ഞാൻ ഉപയോഗിക്കുന്നത് ഹീറോ മോട്ടോകോർപ്പിൻ്റെ വിഡ വിയോൺ പ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ ഒരു സ്കൂട്ടറിൽ വരുന്ന കീ വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യും. ചില സമയങ്ങളിൽ അത് കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യത്തേയില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം ആ ഒരു കീയുടെ ബാറ്ററിയുടെ ചാർജ് തീർന്നു എന്ന്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വാഹനം ഓണാകത്തില്ല. ആ ഒരു കീയുടെ ബാറ്ററി നമുക്ക് സ്വന്തമായിട്ട് തന്നെ മാറ്റാം. ഷോറൂമിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഷോറൂമിലൊക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് വളരെ വലിയൊരു എമൗണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് വെറും 40 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബാറ്ററി വാങ്ങിച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ മാറാം. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം ബാറ്ററിയുടെ മുകളിൽ വരുന്ന ആ ഒരു കീ ഊരി മാറ്റുക. ഇതിപ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കിയെടുത്തിട്ട് ഒരു കൈ കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലാതെ കാണുന്നത്. അതിനുശേഷം ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ നഖം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ ഇളകാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി ടൈറ്റാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കുമ്പോൾ തന്നെ ആ ഒരു കവർ ഇളകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് റിമോട്ടിൻ്റെ ഉൾഭാഗം. ഫുള്ള് വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് നമ്മൾ ഇളക്കിയെടുത്ത അടുത്ത പീസിലാണ്. ഇതിൻ്റെ ബാറ്ററി ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ആ 2 ക്ലിപ്പിൽ പിടിച്ചിട്ട് മേളിലോട്ട് ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മുകളിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് അതിൽ വരുന്ന ബാറ്ററി. ഇളക്കി മാറ്റുക, പകരം പുതിയ ബാറ്ററി ഇടുക, അടയ്ക്കുക. ഇതിൽ വരുന്നത് 3 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. ബാറ്ററിയുടെ നമ്പർ വന്നിട്ട് 2032 ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതിൽ ബൈ.